നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ ബ്രസീലും ജപ്പാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഇതിനിടയ്ക്ക് ഇപ്പോൾ നല്ല വാക്പോര് കൂടി നടക്കുന്ന ഒരു കാഴ്ചയാണ്. ജപ്പാൻ്റെ താരം കഴിഞ്ഞ ദിവസം ബ്രസീലിനെ കുറിച്ച് പറഞ്ഞത് വലിയ രൂപത്തിൽ ബ്രസീലിയൻ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ താരം കെൻഡോ ഷിയോഗായ് പറഞ്ഞത് നെയ്മറൊക്കെ പണ്ട് നല്ല കളിയായിരുന്നു, ഇപ്പോൾ ആ നെയ്മറൊന്നുമില്ല, പ്രായമൊക്കെ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞു. കൂടാതെ ബ്രസീലിനെ കുറിച്ച് ബ്രസീൽ അത് പണ്ട് നല്ല സ്ട്രോങ് ടീമായിരുന്നു, ഇപ്പോൾ അർജൻറ്റീനയും ഫ്രാൻസും ഒക്കെ അല്ലേ വലിയ ടീമുള്ളത് എന്ന തരത്തിൽ അധികം സംസാരിച്ചു. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ പ്രതികരിച്ചിരിക്കുന്നു. ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ മാർക്കിന്യോസിനോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കണം. അവർ സംസാരിക്കട്ടെ, അവർ ചിലക്കട്ടെ എന്ന് പറയില്ല നമ്മുടെ നാടൻ ഭാഷയിൽ, അത് തന്നെ അവരങ്ങ് ചിലക്കട്ടെ, ബാക്കി നമുക്ക് കാണാം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും ഈ സംസാരം ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂമിലെത്തിയിട്ടുണ്ട്, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്, തീർച്ചയായിട്ടും അവരങ്ങനെ സംസാരിക്കട്ടെ, അവരുടെ ആ സംസാരം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. ഞങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരു മാസക്കാലമായിട്ടുണ്ട്, ഇവിടെ ഞങ്ങൾ വളരെ വിനയത്തോടു കൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസാരമൊക്കെ എതിരാളികൾ സംസാരിക്കട്ടെ, അവരുടെ സംസാരം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയുള്ളൂ, ബാക്കി നമുക്ക് കളിക്കളത്തിൽ കാണാം. വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫുട്ബോൾ വളരെ ബാലൻസ്ഡ് ആണ്. അത് നല്ല ഇൻ്റലിജൻസും വിസ്ഡവും ഒക്കെ ഉണ്ടാവണം, അപ്പോഴാണ് കളി നമ്മൾ ജയിക്കുക. ബി അവർ ഈ പറഞ്ഞത് അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു അഹങ്കാരമായിരിക്കും. ബ്രസീൽ എന്ന് പറഞ്ഞാൽ എക്കാലത്തും ഗ്രേറ്റ് ടീമായിട്ട് തന്നെ തുടരും. അത് ഞങ്ങളുടെ സ്ട്രെങ്ത്, ക്വാളിറ്റി, ഓരോ ബോളും ഞങ്ങൾ എങ്ങനെ കളിക്കുന്നു, ഇതൊക്കെ അനുസരിച്ചാണ്. അത് വളരെ ഡിസിസീവായിരിക്കും. ഏതായാലും സംസാരം ഞങ്ങൾ അവർക്ക് വിടുന്നു, അത് ഞങ്ങളെ ഈ മത്സരത്തിന് മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് ബ്രസീലിൻ്റെ ക്യാപ്റ്റൻ മാർക്കിന്യോസ് പറഞ്ഞു. ഏതായാലും ഈ താരം കെൻഡോ ഷിയോഗായ് ഇങ്ങനെ ബ്രസീലിനെതിരെ സംസാരിച്ചതിന് ശേഷം വലിയ രൂപത്തിലുള്ള സൈബർ ആക്രമണം നേരിട്ടു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ഇപ്പം അവരുടെ കോച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ ഇന്നലെ പ്രസ് കോൺഫറൻസിൽ പലവട്ടം പറയുന്നത് കേട്ടു, ഞങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ചാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും, ഞങ്ങൾ വിജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പക്ഷേ അവർക്ക് സ്വയം മോട്ടിവേഷൻ കിട്ടാനായിരിക്കും. എന്തായാലും കളിക്കളത്തിൽ നല്ലൊരു പോരാട്ടം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.